ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് എരുന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആക്കിയാലോ? മഴക്കാലം ആയാൽ എരുന്തിന് അതിൻ്റെ പുളി അങ്ങ് കുറയുമെന്ന് പറയാറുണ്ട്. ഇത് നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് താളിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒപ്പം കുനുകുനാ അരിഞ്ഞ സവോള, 2 പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കുക കേട്ടോ. അതൊന്ന് കുറച്ച് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മൂടി വെച്ച് ആ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തോട്ടെ കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കണ്ടേ. എന്നിട്ട് ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ആ വെള്ളവും കൂടി ചേർത്ത് ഈ മസാല നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എരുന്തും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ എരുന്ത് ഫ്രൈ ഇവിടെ റെഡിയാണേ.